സോ ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ലീവുള്ളൊരു ദിവസമാണ്, അല്പം പ്രൊഡക്റ്റീവ് ആവേണ്ട ദിവസമാണ്, കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനുള്ള ദിവസമാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. എണീച്ചത് തന്നെ വൈകിട്ടാണ്. സോ ഒരു ദിവസം ലീവ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്ന് എണീച്ചത് ഇപ്പോൾ 9 മണിക്കൊക്കെയാണ് എണീച്ചത്. ഇനി പോയി ചായ കുടിക്കണം. അതേപോലെ ഇന്ന് നമുക്ക് എത്ര കിലോ ആയി എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് നോക്കുന്നതാണ്. ഇന്ന് ത്രാസിൽ പോയിട്ട് നമ്മൾ തൂക്കി നോക്കുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ചൊവ്വാഴ്ച പറയാം. ഓക്കെ, ആ സർപ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്യും. സോ എന്തായാലും നമുക്കിപ്പോൾ പോയിട്ട് ഫുഡ് കഴിക്കാം. പല്ലിച്ച് ഇനി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കുളിക്കാം. ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്നൊക്കെയാണ്. പക്ഷേ സ്റ്റിൽ വിശക്കുന്നുണ്ട്, ഇന്ന് വൈകി എണീച്ചുകൊണ്ട് തന്നെ. സോ എന്തായാലും പോയിട്ട് ഫുഡൊക്കെ കഴിക്കാം. സോ ചായ എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം. ഓക്കെ, ചായ ഉറച്ചത്. ഇന്ന് എന്താണോ കഴിക്കാൻ? ബീഫ് അല്ല ഗൈസ്, ഇത് സോയാബീൻ ആണ്. ഓക്കെ, പിന്നെ ചോറിനാണ് ഞാൻ സോയാബീൻ കൂട്ടി കഴിക്കണ്ടേ? അല്ല, ഇവിടെ വേറെ ഒന്നും ഉണ്ടോ? ഓക്കെ ഗൈസ്, പത്തിരി കോഴിമുട്ട. അപ്പോൾ രാവിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു ഗ്ലാസ് ചായ ചൂടുണ്ട് ഗൈസ്. ഇനി നമുക്ക് രാവിലെ കഴിക്കാനുള്ളത് യെസ് ഗൈസ്, കോഴിമുട്ട. തടിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഴിച്ചത് കോഴിമുട്ടയാന്ന് തോന്നുന്നു. ഓക്കെ, കോഴിമുട്ട. ഇത് അനിയത്തിയാക്കി വെച്ചാൽ എനിക്ക് രാവിലെ ഇവരെന്നെ വിളിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ ഇന്ന് വൈകിയല്ലേ എണീച്ചേ. റബ്ബർ പോലെ ഉണ്ടല്ലോ. ഡേ 12 നമ്മളിന്ന് വെയിറ്റ് നോക്കിയിരിക്കുകയാണ്. വെയിറ്റ് 51,250 ഉണ്ടായിരുന്നത് നമ്മൾ 52 കിലോയിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 12 ദിവസം കൊണ്ട് ഒരു 700 ഗ്രാമൊക്കെ കൂടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് ഗൈസ്, ഇറ്റ്സ് ഗുഡ്. ഞാൻ വെയിറ്റ് നോക്കുന്നത് കാണിക്കാൻ പറ്റില്ല. ഞാൻ തന്നെ സ്വന്തം നോക്കുന്നതായതുകൊണ്ട് ആ വലിയ മെഷീനല്ലേ, അത് കാണിക്കാൻ പറ്റില്ല. സോ എന്തായാലും ഒരു 500 ഗ്രാം വട്ടം നമ്മൾ വെയിറ്റ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഇങ്ങനെ ഇരിക്കുകയാണ്. മഴയാണ് കേസ് പൊതുവെ. അപ്പോൾ അനിയത്തിൻ്റെ സ്കൂട്ടി സർവീസിനൊക്കെ കൊടുക്കാനായിരുന്നു, അതൊക്കെ പോയി കൊടുത്തു. പൊതുവെ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. സോ അത് ഇത്രയൊക്കെയാണ് ഇപ്പോൾ കറൻറ്റ്ലി നടന്നത്. പിന്നെ ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു. ഫേസ്ബുക്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. സോ ഇന്ന് ഫേസ്ബുക്കിൽ വീണ്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്തു തുടങ്ങി. സോ ഫേസ്ബുക്കിൽ കറൻ്റ്ലി വീഡിയോസ് കുറവായിരുന്നു. സോ അപ്പം ഇനി അപ്ലോഡ് ചെയ്ത് ഒരു റീച്ചും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യൂട്യൂബിലുള്ള പോലെ തന്നെ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ അതിനകത്ത് മേക്ക് ചെയ്തിടണം. സോ അതും ചെയ്യാനുണ്ട്. എന്തായാലും ഇപ്പോൾ കറൻ്റ്ലി നമുക്കിനിപ്പോൾ ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം. ഫേസ്ബുക്കിൽ സ്റ്റോറിക്ക് വരെ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ പോവും. സോ അതും കൂടി ചെയ്യാനുണ്ട്. അപ്പം അതൊക്കെ കുറേ പരിപാടികളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന വർക്കിൻ്റെ കുറേ പെൻഡിങ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും തീർക്കാനുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ ഇപ്പോൾ കറൻ്റ്ലി ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. വയനാട്ടിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. സോ ഇന്ന് നമ്മൾ എടുക്കേണ്ട പുഷപ്പുകൾ, ഇന്നലെ നമ്മൾ ലൈവിൽ വെച്ച് 11 പുഷപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 12ാമത്തെ ദിവസമാണ്. സോ ഇന്ന് നമ്മൾ 12 പുഷപ്പ് ചലഞ്ച് എന്തായാലും ചെയ്യണം. 12 ഓരോ ദിവസവും ഓരോ പുഷപ്പ്, അതായത് ഇത്ര പുഷപ്പ് വീതം കൂട്ടി നമ്മളത് ചെയ്യണം. സോ അത് രാത്രി ചെയ്യണം.